മലമ്പുഴയിലെ പുലി ജില്ലാ കളക്ടറെയും പോലീസ് മേധാവിയെയും കണ്ട നാട്ടുകാർ. ഒരാഴ്ചയായി 3 തവണയാണ് പുലിയെ കാണുന്നതെന്ന് പരിസരവാസികൾ. ഭയം അങ്ങനെ ഭയമൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെന്താ പറഞ്ഞത്, നമ്മൾ നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നടക്കന്നെ വന്നത് വരട്ടെ എന്നും പറഞ്ഞു. പുലി എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നില്ലേ? പിടിക്കണം പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാരും പറയണത്. പഞ്ചായത്തിൽ നിന്നും ആൾക്കാരും ഈ വോട്ടിന് വരുന്നവരും ഒക്കെ പറയണൊക്കെ ഉണ്ട്. എന്താണോ ഏതാണോ ഈശ്വരൻ. അപ്പൊ ഇവര് ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ അടുത്താ, ജയിലിന്റെ അധികം ഇങ്ങോട്ട് വരാൻ എടുത്താണ് ഇവിടെ. ഇപ്പൊ ഈ ഇവര് അധികം ചുറ്റിക്കറങ്ങിയാ വരാം. ഓട്ടം വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എപ്പോഴും പുലി ഉള്ളവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് മതിലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പാസഞ്ചർ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കൊണ്ട് ഞങ്ങൾ വേഗം വിട്ടു വണ്ടി. ഇന്നലെ 7:30 വൈകുന്നേരം 7:30 അതേ സ്ഥലത്ത് തന്നെ, മലമ്പുഴ സ്കൂൾ. അതെ. 4 ആളുണ്ടായിരുന്നു വണ്ടിയിൽ. ഡ്രൈവർ, ഞാനും പാസഞ്ചർ 4 ആളും ഉണ്ട്. ഇവിടെ ഉണ്ട്. 2 ദിവസമായിട്ട് ഇല്ല വിചാരിച്ചാണ് ഞങ്ങൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ച് വരുമായിരുന്നു. 7:30 കറക്റ്റ് 7:30 കഴിഞ്ഞ് ആ സമയത്ത് മൂപ്പരായിരുന്ന ആള് വണ്ടിയിൽ പാസഞ്ചർ. വൈകുന്നേരം സന്ധ്യക്ക് അങ്ങനെ ഓടിച്ച് വരുമ്പോൾ ഞാൻ എല്ലാ ലൈറ്റ് എനിക്കറിയാം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്, പുലി ഉണ്ടെന്നുള്ള അറിയാം. ഇവരിപ്പോൾ 2 ദിവസമായിട്ട് തെരച്ചിലാണല്ലോ. പ്രതീക്ഷയിലാണ് വന്നത്. ഞങ്ങളാണ്ട് ഇവർ വണ്ടിയിൽ ബാക്കിലുള്ളവരിനെ ഒന്ന് പേടിപ്പെടുത്താൻ, പുലി അതാവട്ട് പേടിപ്പെടുത്താൻ പറഞ്ഞ് ആ മതിൽ കിടക്കുമ്പോഴേക്കും റൈറ്റ് സൈഡ് ഒരു ടേണിങ്ങിൽ മതിലിൽ അവിടെ ഇങ്ങനെ കൈകുത്തി ഇരിക്കുകയായിരുന്നു പുലി. അതെ, ഒന്നും പറ്റിയില്ല. ഓട്ടോറിക്ഷയല്ല, ഞങ്ങൾ ഇവരിൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ, നമ്മൾ പാസഞ്ചറിൻ്റെ നമ്മളെ ജീവൻ രക്ഷിക്കേണ്ട പോട്ട് വണ്ടി ഓടിച്ചു വന്നു. മലമ്പുഴയിൽ പുലിയെ കണ്ടതായ വാർത്തകളെ തുടർന്ന് നാട്ടുകാർ പരിഭ്രാന്തിയിൽ. ഇന്നലെ രാത്രിയോടെയാണ് പുലിയെ കണ്ടത്. നവോദയ സ്കൂൾ പരിസരത്ത് പുലിയെ കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിവരം ആദ്യം നാട്ടുകാരെ അറിയിച്ചത്. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളായതിനാൽ അധ്യാപകരും രക്ഷിതാക്കളും അങ്കലാപ്പിലാണ്. 3-4 ദിവസമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് കണ്ടാണ് ഞാൻ തരൂരിൽ നിന്നാണ് വരുന്നത്. പേടിച്ചിട്ടാണ് വരുന്നത്. എത്ര ദിവസം ഇതിന് വേണ്ട നടപടി നിങ്ങൾ എടുക്കണം അധികൃതരെ, എന്നാലേ നമുക്കൊക്കെ ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. കുട്ടികളെ ഇവിടെ ഇട്ടിട്ട് എത്ര ദൂരത്തു നിന്നാണെന്നറിയോ, ഓരോരുത്തരും പേടിച്ചിട്ടാണ്. അപ്പോൾ ഇത്ര ദിവസമായിട്ടും ഇതിനൊരു കൂട് വെക്കുകയെ അതിന് വേണ്ട നടപടികൾ നിങ്ങൾ എടുത്താലല്ലേ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാം ചെറിയ മക്കളല്ലേ. വനംവകുപ്പ് കൂട് സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ്. സംഘം റോന്തു ചുറ്റുന്നുണ്ട്. പോലീസും സ്ഥലത്തെത്തി. അതേസമയം ജില്ലാ കളക്ടറെ നാട്ടുകാരും നവോദയ സ്കൂൾ പ്രിൻസിപ്പളും സന്ദർശിച്ചു. പുലിയല്ല എന്നും ഭയക്കേണ്ടതില്ലെന്നുമാണ് കളക്ടർ പറഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാട്ടുപൂച്ചയുടെ ഇനത്തിൽപ്പെട്ടതായിരിക്കാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. പരിസരത്തെ ജലസേചന വകുപ്പിന്റെ ഭൂമി കാടുപിടിച്ചു കിടക്കുകയാണ്. കുട്ടികളുടെ താമസ സ്ഥലവും സ്കൂളിനടുത്താണ്. സ്ഥലം വൃത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ വന്നതാണ് ഞാൻ. പുലി നോക്കി ഇവിടെ നോക്കുമ്പോൾ അവിടെ ഉണ്ട്, ചെറുതുണ്ട്, UKG. അതും പറഞ്ഞപ്പോൾ എന്നിട്ട് പേടി മാറിയിട്ടില്ല, അവിടെ ഇരിക്കണു. അപ്പോൾ തുടർച്ചയായിട്ട് ഒരു 3-4 ദിവസങ്ങൾ ഞങ്ങൾക്കിതൊരു ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറിക്കുന്നു. ഇന്ന് 6-ാം തീയതി ഒരു 2 മണിക്കൂർ മുമ്പ് MLA വന്നിരുന്നു. MLA കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സാറ് MLA പറഞ്ഞത് എല്ലാ സഹായം ഞങ്ങൾ ചെയ്തു തരാം. ഇപ്പം തന്നെ ഞാൻ ആവശ്യമുള്ളവർ മന്ത്രി വരെയും വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തു തരാം, നിങ്ങളൊന്നും പേടിക്കേണ്ട. ബട്ട് അറ്റ് ദ സെയിം ടൈം കുട്ടികളെ ജാഗ്രതയായിട്ട് നോക്കിക്കൊള്ളണം. അതിൻ്റെ കൂടെ ഞാൻ പേഴ്സണലായിട്ട് ഒരു റിക്വസ്റ്റും ചെയ്ത് ഞങ്ങൾക്കിതിന് വെട്ടത്തിൻ്റെ കുറവായതുകൊണ്ട് 2 ഹൈമാസ് ലാമ്പ് ചെയ്തു തരണം, ഇവിടെ സ്ഥാപിച്ചു തരണം സാർ പ്രോമിസ് ചെയ്തിരിക്കുന്നു. 3-4 ദിവസമായി നമ്മൾ പുലിനെ കാണുന്നു. പക്ഷേ അതിന് പിടിക്കാനുള്ള ഒരു ഇതിൽ അവർ ഇന്നേ വരെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഞാനും സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായ നമ്മുടെ ജോസഫ് സാറും കൂടെ DO സാറിനെ കാണാൻ പോയി. അപ്പോൾ അവരും ആ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇന്നേ വരെ പുലിനെ പിടിക്കാനുള്ള ഒരു സ്റ്റേജ് ഇതുവരെ അവർ ചെയ്തിട്ടില്ല. അതാണ് രക്ഷിതാക്കളെ ഞങ്ങളുടെ ഒരാശങ്കയും. എൻ്റെ കൂടെ വർക്ക് ഉണ്ടായിരുന്ന വിനോദ് സാറത്തും മൂപ്പനും എല്ലാ ആക്ടിവിറ്റീസും കൂടെ ഉണ്ടായിരുന്നു. കൂടുതലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് വരണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റേഞ്ച് ഓഫീസറോട് സംസാരിച്ചപ്പം അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പിന്നെ എപ്പോഴും ഫുൾ ടൈം അവരുടെ റോന്ത് ചുറ്റലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അറിയേണ്ട കാര്യം എത്രയും പെട്ടെന്ന് കൂട് വയ്ക്കുക എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇതിന്. പട്ടികവർഗ്ഗക്കാരുടെ ഗിരിവിക സ്കൂളും കാടുപിടിച്ചു കിടക്കുകയാണ്. മുമ്പ് രാത്രി ഇവിടുന്ന് മന്തക്കാട് പോയി വരുമ്പോഴായിരുന്നു പുലിയെ കണ്ടത്. ആ മതിലിൻ്റെ മേലെ നിന്ന് പെട്ടെന്ന് 2 കണ്ണുകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ആദ്യം നല്ല ബ്രൈറ്റായിട്ട് നല്ല കണ്ണ്
തിളങ്ങി നിൽക്കണ്ടായിരുന്നു. പിന്നെ അത് മതിലിൻ്റെ ഉള്ളിലേക്ക് തന്നെയായിരുന്നു ചാടിയത്. ചാടുന്ന സമയത്ത് ആ വലിയ വാല് ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റുകാർ വന്നായിരുന്നു. ഫോറസ്റ്റുകാർ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു, അവർ പറഞ്ഞു ക്യാമറ കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്തിലേക്ക് ആ സമയത്ത് പുലി എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാലക്കാട് നവോദയ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സുധാമണി ആണ് സംസാരിക്കുന്നത്. ഇവിടെ 3-4 പ്രാവശ്യമായിട്ട് സ്കൂളിൻ്റെ പരിസരത്ത് പുലിയെ കണ്ടതായിട്ട് ഉള്ള പലരും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും കണ്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ ജില്ലാ കളക്ടർക്കും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും മറ്റധികാരികൾക്കും DFO എല്ലാ അധികാരികൾക്കും നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് ജില്ലാ കളക്ടറെ കാണുകയുണ്ടായി. ഇതിനടുത്തുള്ള അഡ്ജസൻ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അവിടെയും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഗിരിവികാസ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പസും ഉണ്ട്. ഇതൊക്കെ തന്നെ കൂടുതലായിട്ടും കാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ കാടുകൾ പോയാൽ തന്നെ നമുക്ക് കുറച്ച് ഇതിനൊരു ശാന്തി വരുന്നു എന്ന് വിചാരിക്കുന്നു. ജില്ലാ കളക്ടർ പറഞ്ഞത് അത് ലെപ്പേർഡ് ക്യാറ്റാണ്, നോട്ട് ലെപ്പേർഡ് എന്നാണ് പറഞ്ഞത്. സമീപത്തെ കനാലുകളും കാടുപിടിച്ചു കിടക്കുന്നതായി ജിതേഷ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.